വീടാ വീടുണ്ടാക്കാം കേട്ടോ. മാമന് വരട്ടെ, മാമനെ കൊണ്ട് വീടുണ്ടാക്കിക്കാം കേട്ടോ. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത് ഈ ഒറ്റ വാക്കിൽ നിന്ന് തുടങ്ങിയതാട്ടോ ഒരു കൊച്ചു വീടിൻ്റെ പണി. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. ഒരു 4 കമ്പും കുത്തി അമ്മയുടെ എന്തെങ്കിലും സാരിയോ ഒക്കെ ആയിരിക്കും ചുറ്റിക്കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തേക്കാന്നൊക്കെ വെച്ച് അനിയൻ താഴെ പറമ്പിലൊക്കെ പോയി വട്ടയുടെ കമ്പൊക്കെ എങ്ങനെയൊക്കെയോ വെട്ടിക്കൊണ്ട് വന്നു. നല്ല വലിയ കമ്പൊക്കെയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ആദ്യം വലിയ വീട് പണിയാന്നൊക്കെ ഓർത്തോണ്ട് ഒക്കെ ഇരുന്നു. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ കുറച്ച് ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം വലിയ കമ്പൊക്കെയാണ് കുഴിച്ചിട്ടത്. അതിനിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടിയിൽ അതിനിടയ്ക്ക് അവളും ഓരോരോ പരിപാടിയിൽ അതിനിടയ്ക്ക് ചോറൊക്കെ കൊണ്ടു. അപ്പം ഞങ്ങൾ വട്ടയുടെ കമ്പ് 4 മൂലയ്ക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൊക്കെ വയ്ക്കാനായിട്ട് വട്ടയുടെ കമ്പ് തന്നെ 2ആയിട്ട് പിളർത്തിയെടുക്കുക ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു 4 മൂലയ്ക്ക് കുത്തി വെച്ചിട്ട് കുറച്ച് ഓല എടുത്ത് ഇടുമായിരുന്നുവെങ്കിലും പക്ഷെ നല്ല പണിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർക്കുമായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് പണിയുമായിരുന്നെങ്കിൽ ഇതിലും വലിയ പണി ഉണ്ടായിരുന്നേനെ. അത്രയും കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാട് എന്നാന്ന് വെച്ചാൽ അതിനിടയ്ക്ക് കൊച്ചെണീക്കും, അവന് പിന്നെയും പോയി ഉറക്കും, അതിനിടയ്ക്ക് ഇത് വന്ന് ചെയ്യണം, അതിനിടയ്ക്ക് ഇവക്കടെ ബഹളം. ഇവിടുന്ന് ഈ ഒരു പരിപാടി കാരണം ആ ചട്ടിയിൽ നിന്ന് ഉറങ്ങാൻ കൂടി ഒന്നും നേരെ ചുവ കൂട്ടാക്കിയില്ല. ഒരു വിധത്തിലൊന്ന് കിടത്തി ഉറക്കുക ചെയ്തത്. ഇളയവനും ചീമൂടായിരുന്നു ഒന്ന്. എന്നാലും ഒരുവിധം കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കേട്ടോ. അത്യാവശ്യം സെറ്റപ്പിൽ തന്നെ ചെയ്യാൻ പറ്റി. വട്ടയുടെ കമ്പ് ഇതുപോലെ പുലർത്തിയെടുക്കുക ചെയ്ത് അങ്ങനെ 4 വശത്ത് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേപോലെ കെട്ടാൻ വേണ്ടി പിളർത്തിയെടുത്തത്. അങ്ങനെ കെട്ടി ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ കെട്ടി അതിനിടയ്ക്ക് അവിടെ അടുത്തുള്ള പറമ്പിൽ ഓലയല്ല തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ പച്ചയോല കിട്ടി. അങ്ങനെ ആ പച്ചയോല കൊണ്ട് മേൽക്കൂരയും മേഞ്ഞ് ഞങ്ങളുടെ കൊച്ചു വീടുണ്ടാക്കി. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല വീടാണെന്നൊക്കെ ആ ചേട്ടി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇതായിരുന്നു, വൈകുന്നേരം വരെയുള്ളത്. അതിനിടയ്ക്ക് അവനെ എണീറ്റ്, അങ്ങനെ അവനെയും കൊണ്ട് അവിടെ വന്നിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.